ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, അപ്പോൾ ആക്ച്വലി എൻ്റെ പ്ലാൻസൊക്കെ ഒന്ന് ചെറിയ മാറ്റങ്ങളുണ്ട്. എൻ്റെ ഫ്ലൈറ്റ് 2 തവണ ക്യാൻസലായി. ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി റെഡിയായി, പക്ഷേ ഫ്ലൈറ്റ് ക്യാൻസലായി. 2 തവണ അങ്ങനെ പറ്റി. അപ്പോൾ ഞാൻ ഇനിയും ചേഞ്ച് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ്സ്, ഡേറ്റൊക്കെ. അപ്പോൾ എൻ്റെ ട്രാവലിംഗ് ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അപ്പോൾ ഞാൻ വെച്ചു എന്തായാലും 11 പോർട്ടൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു റീഡിങ് തരാതിരിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ എന്തായാലും റീഡിങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സോ ഓക്കെ, ഇന്നത്തെ ദിവസം 11 പോർട്ടൽ നമ്മുടെ ഞാൻ ആക്ച്വലി പഴയ വീഡിയോ, കഴിഞ്ഞ വർഷത്തെ ഞാൻ മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അത് ഞാൻ റീപോസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനെ തന്നെ ഞാൻ റീപോസ്റ്റ് ചെയ്യണം, വേറെ ഉണ്ടാക്കാനുള്ള സമയമില്ല. ബട്ട് അതിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊന്നുകൂടി ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങളത് വാച്ച് ചെയ്യുക. അത് ആക്ച്വലി ഇതിന് മുമ്പ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം ഇത് അപ്ലോഡ് ഞാൻ കുറച്ച് ലേറ്റർ ആകാം, ബിക്കോസ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് രാവിലെ തന്നെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ രാത്രി തന്നെ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ കാലത്ത് നിങ്ങൾക്ക് ഈ റീഡിങ് കിട്ടും, ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾക്ക് 11 പോർട്ടലിൽ എന്ത് വിഷാണ് നിങ്ങളുടെ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഏത് വിഷാണ് നടക്കാൻ പോകുന്നത്? ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, വളരെ 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 മനോഹരമായ കാർഡ്, ബ്യൂട്ടിഫുൾ കാർഡ്, ബ്ലെസ്സിങ്ങിൻ്റെ കാർഡ് എന്ന് ആദ്യം പറയാം. ആൻഡ് ഈ ബ്ലെസ്സിങ് നിങ്ങൾക്ക് എന്തും ആവാം. ഒരു ഓഫർ ഓഫ് ലവ് ആവാം. ഓക്കെ, ഓഫർ ഓഫ് സംതിങ് ന്യൂ, സംതിങ് എന്തുമാവാം. എന്തോ ഒരു പുതിയൊരു ഓഫർ വരുന്നു, ഒരു ബ്ലെസ്സിങ് വരുന്നു. സ്നേഹത്തിൻ്റെ ഓഫർ ആയിരിക്കാം, ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തുമാവാം. ഓക്കെ, സോ എന്തുമാവാം. ലൈക്ക് എനിത്തിങ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് വരുന്ന പോലെ എടുക്കാം. നമുക്ക് ഈ അത്രയും നല്ലൊരു ബ്ലെസ്സിങ്. ഏസ് ഓഫ് കപ്സ് ആണ്. കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇമോഷണൽ കാര്യങ്ങളാണ്, നമ്മളെ മനസ്സിൽ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും തരുന്ന ഒരു കാർഡാണിത്. സോ അബണ്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇത് റിലേഷൻഷിപ്പിൻ്റെ പറയാം, അല്ലെങ്കിൽ ഈവൻ ഒരു ജോലിയുടെ ഒക്കെ ആണെങ്കിലും ഒരു ഓഫർ, അല്ലെങ്കിൽ ഒരു അതിലും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നതായിട്ട് പറയാം ഓവറോൾ. അഗെയിൻ പേജ് ഓഫ് കപ്സ് തന്നെയാണ്. സോ പേജ് ഓഫ് കപ്സും ഏസ് ഓഫ് കപ്സും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഏസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മളൊരു ഹയർ ലെവലിലേക്ക് എടുക്കും. അതായത് ശരിക്കും ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ കണക്കാക്കും. പേജ് ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങൾക്കൊരു പേഴ്സൻ്റെ ഓഫർ ആയിരിക്കാം, ഒരു അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഒരു ജോലിയുടെ ഓഫർ എന്ന രീതിക്കായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്, എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്കൊരു ന്യൂ തുടക്കം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ട്. സോ അഗെയിൻ നമുക്കിത് ആക്ച്വലി രണ്ടും ഇപ്പോഴാണ് ഓർത്ത് ഞാൻ, 1 ആണ്, ഇതും 1 ആണ്. പേജും നമ്മൾ 1 എന്നാണ് എടുക്കുക, ഇതും 1 എന്നാണ് എടുക്കുക. സോ എവിടെയോ നിങ്ങൾക്ക് 1 നമുക്ക് 11ൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇവിടെ. സോ 1 ന്യൂ ബിഗിനിങ് ആൻഡ് വെരി ഗുഡ്. ഒരു നല്ലൊരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകൂടി 7 ഓഫ് കപ്സും ഉണ്ട്. ഒക്കെ കപ്സാണ്, അഗെയിൻ കപ്സാണ്. സോ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഡ്രീം നിങ്ങളുടെ നടക്കാൻ പോകുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ സ്വപ്നം കണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് പറയാം. നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് തുറന്നു വരുന്നു എന്ന് പറയാം. അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്നതായിട്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട്, നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു പെർമിഷനാണ് കിട്ടുന്നത് യൂണിവേഴ്സിൽ നിന്ന്. നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയൂ. ഓക്കെ, യൂണിവേഴ്സ് ഇസ് വെയിറ്റിംഗ് ടു ഗിവ് യു എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണെങ്കിലും ശരി, അത് യൂണിവേഴ്സ് തരുന്നതായിട്ടാണ് ഇവിടെ. സോ അഗെയിൻ ആൻഡ് അഗെയിൻ നമ്മൾക്ക് കപ്സ് എനർജിയാണ് വരുന്നത്. സോ ഇമോഷണലി നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊണ്ടുവരുന്ന കാര്യമാണ് കാണുന്നത്. അഗെയിൻ ഇത് ഡ്രീംസിനെ കുറിച്ച് പറയാം. നമ്മുടെ ഒരു മനസ്സിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ സ്വപ്നം കണ്ട ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പല പല അവസരങ്ങൾ, പല ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരും എന്നുമാവാം. ഒരേ കാര്യത്തിൻ്റെ നിങ്ങൾക്ക് ലൈക്ക് കുറേ ഓപ്പണായിട്ട് കിട്ടും, നിങ്ങൾക്ക് വഴികൾ ഓപ്പണായിട്ട് കിട്ടും, നിങ്ങൾക്ക് അവസരങ്ങൾ ഓപ്പണായിട്ട് വരും എന്ന് പറയാം. വേറെന്താണ് 11 പോർട്ടലിൽ ജസ്റ്റിസ് വരുന്നത്? ഓക്കെ, സോറി, ഈ കാർഡ് ഞാൻ എപ്പോഴും ജസ്റ്റിസ് എന്ന് പറയും, ബട്ട് ഇത് ജസ്റ്റിസ് തന്നെയാണ്, ഞാൻ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് കാർഡ് 6 ഓഫ് പെൻറ്റിക്കിൾസ് തന്നെയാണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയും. ഓക്കെ, നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ തിരിച്ച് നമുക്ക് അതേപോലെ കിട്ടുക എന്നാണ്. സോ ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് നമുക്ക് ഇവിടെ അഗെയിൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാര്യമാണ്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യലി ആയിരിക്കാം, കാരണം ഫൈനാൻഷ്യലിൻ്റെ കാര്യമുണ്ട് ഇവിടെ. സോ മേ ബി ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈവൻ
നിങ്ങൾ നിങ്ങളുടെ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ എന്താ പറയുക, എന്തായാലും നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തത് അതിനെല്ലാത്തിനും ഈ സ്നേഹം കൊടുത്തു, അല്ലെങ്കിൽ ആരെങ്കിലും കെയർ ചെയ്തു, വീട്ടിലെ കാര്യങ്ങൾ whatever എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ഓഫീസിൽ നിങ്ങളിടുന്ന എഫേർട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് തിരിച്ച് നല്ലൊരു ന്യായമായ റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ചു വരും. അതായത് നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും, നല്ല ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, 6 ഓഫ് പെന്റിക്കിൾസ് സാധാരണ ബാലൻസ് എന്ന് പറയും. ഓക്കെ, അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ നമ്മൾ പറയില്ലേ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടം എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നില്ല. അതിന് നഷ്ടം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ യൂണിവേഴ്സ് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ആൻഡ് 6 ഓഫ് പെന്റിക്കിൾസ് കർമ്മയുടെ ബാലൻസിങ് എന്ന് പറയും നമ്മൾ. ഓക്കെ, സോ മേ ബി കർമ്മ ബാലൻസിങ് ആയിരിക്കാം. നിങ്ങളുടെ അഗൈൻ നിങ്ങൾ ചെയ്ത പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മ, അങ്ങനെ കാര്യങ്ങളും അതിലും ഓക്കെ, അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് നല്ല ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ്. അഗൈൻ ജസ്റ്റിസ് വരുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് ന്യായമായതാണ് കിട്ടുന്നത്. ഓക്കെ, ഒരു ലാസ്റ്റ് കാർഡ് എടുക്കാം. നിങ്ങൾക്ക് വേറെ എന്താ വരുന്നത്? ചാരിയറ്റ്, മൂവ്മെൻറ്റ്. ഓക്കെ, മൂവ്മെൻറ്റ്, ട്രാവൽ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ലൈഫ് മുന്നോട്ട് പോകുന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ഫോക്കസ് വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറയാം. നിങ്ങൾക്കൊരു അഭിവൃദ്ധി വരുന്ന കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും സക്സസ് കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ ഇതൊരു യുദ്ധത്തിന് ഒരാൾ നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ? സോ അത് നമ്മൾ പറയില്ലേ, യുദ്ധത്തിൽ ജയിക്കുന്ന പോലെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു സക്സസ്, നിങ്ങളുടെ പ്രോജക്ട്സ് ആണെങ്കിൽ അതിൽ സക്സസ്, നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ സക്സസ്, അല്ലെങ്കിൽ പഠിക്കാനാണെങ്കിൽ അതിൽ സക്സസ്. ഓക്കെ, കരിയറിൽ നിങ്ങൾക്ക് ഈവൻ വീട്ടിൽ ഫാമിലിയിലാണെങ്കിലും ശരി, നിങ്ങൾ ജോലിയില്ല അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിലെല്ലാം നിങ്ങൾക്കൊരു സക്സസ്, വിന്നിങ് എന്ന രീതിക്കാണ്. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, കോൺഫിഡൻസോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി സക്സസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആക്ച്വലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഫോക്കസ് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോകാൻ പറ്റും. ആൻഡ് എല്ലാം നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരും. നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് സക്സസ് എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ട്രാവലിംഗ് ഉണ്ട്, യാത്രകൾ, ആരെങ്കിലും യാത്ര പ്ലാൻ ഉണ്ടെങ്കിൽ, എന്നെ പോലെ ആരെങ്കിലും യാത്ര പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കും. ഓക്കെ, ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, 2 തവണയായി ക്യാൻസൽ ആവണോ? ഓക്കെ, ഇനി എപ്പോഴാണ്? ഓക്കെ, സോ ഒരു മേ ബി ട്രാവൽ നിങ്ങൾക്കും പോസിബിൾ ആണ്. ഒരു ജയിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. സോ വെരി നൈസ്. ഓക്കെ, ബോട്ടം ഡെക്ക് നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ എവിടെയോ ഒരു സ്പിരിച്വലി നിങ്ങൾ കുറച്ചുകൂടി അവെയർ ആവുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ട്, സ്പിരിച്വലി അവെയർ ആവുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇതിവിടെ മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഓവറോൾ നിങ്ങളുടെ ജനറലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പ് വരിക, അല്ലെങ്കിൽ ഉള്ള റിലേഷൻഷിപ്പിൽ തന്നെ കുറച്ച് ബെറ്റർ ആവുക. മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് വേറെയും ഓഫർ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ജോലിയുടെ ഓഫർ ആയിരിക്കാം, അഗൈൻ റിലേഷൻഷിപ്പിന് ഓഫർ ആയിരിക്കാം. അത് നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, സോ ട്രാവൽ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ എവിടെയെങ്കിലും അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നു, ട്രാവലിംഗ് ആഗ്രഹിക്കുന്നു, യാത്ര നിങ്ങൾക്ക് പോകാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ യാത്രയിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്നാണ്. അതായത് നമ്മൾ പറയില്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സക്സസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്ന് പറയില്ലേ, ഫോക്കസ്. യെസ്, ചാരിറ്റിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഫോക്കസ് വെച്ച് ഡിറ്റർമിനേഷനോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ്. ആൻഡ് ഇവിടെ ഫോക്കസ് വെക്കാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ ഗോളിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. ഫെദർ, ഓക്കെ, നിങ്ങൾക്ക് സയൻസ് കാണും, യൂണിവേഴ്സിൻ്റെ സയൻസ് ആൻഡ് സിമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്, ഫെദേഴ്സ് നിങ്ങൾക്ക് സയൻസ് ആയിട്ടൊക്കെ കാണുന്നുണ്ടാവാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്ന രീതിക്ക് നിങ്ങൾക്ക് സയൻസ് കിട്ടും. ഓക്കെ, ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട്. സോ മാറ്റങ്ങൾ. ഓക്കെ, മാറ്റം എന്ന് പറയുമ്പോൾ ഇത് പലതരത്തിലാവാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന കാര്യമായിരിക്കും, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചില മാറ്റങ്ങളായിരിക്കാം. ഈവൻ നമ്മളിപ്പോൾ ചാരിറ്റി പറഞ്ഞാലും ഒരു മാറ്റത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ, ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോലായിരിക്കാം, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഒരു മാറ്റം വരികയാണ്. ആക്ച്വലി ഇത് നമ്മുടെ ഇവിടെ ഈ എന്താ പറയുക, മൺചട്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലേയിനെ ഇങ്ങനെ മാറ്റി എടുക്കില്ലേ. സോ ഒരു മാറ്റം വരികയാണ് അല്ലേ. സോ നിങ്ങൾ തന്നെ ആക്ച്വലി നിങ്ങൾ എവിടെയോ നിങ്ങളിൽ ചേഞ്ചസ് വരികയാണ്. ഓക്കെ, അതിൻ്റെ ഗുണമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം. ഓക്കെ, ന്യായമായത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അവനവനെ നിങ്ങൾ ഓരോന്ന് ശ്രമിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഫലം നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്, ഓക്കെ, അഗൈൻ പേജ് ഓഫ് കപ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വരാനുള്ള ചാൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണ് കാണുന്നത്. ഒരു ഓഫർ വരുന്ന മേ ബി ചിലപ്പോൾ എന്തെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരും. ഓക്കെ, പുതിയൊരു ഫ്രണ്ട് വരാനുള്ള സാധ്യതയാണ്. റിലേഷൻഷിപ്പ് ആവാം.
അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നും ആവാം. ലാസ്റ്റ് കാർഡ് പോസിറ്റിവിറ്റി. ഓക്കെ, ബി പോസിറ്റീവ്. ഓക്കെ, നമ്മുടെ സൺഫ്ലവറിൻ്റെ കാർഡാണ്, യെല്ലോ കളറാണ്. സോ നിങ്ങളോട് പറയുന്ന കോൺഫിഡൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക എപ്പോഴും. എല്ലാ കാര്യവും എനിക്ക് തടസ്സങ്ങൾ വരും ലൈഫിൽ, ഇതിപ്പം ഇതുപോലെ എൻ്റെ പോലെ തടസ്സങ്ങളൊക്കെ വരും. പക്ഷേ ലൈഫിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുക. എന്തും നമുക്ക് മറികടക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും യൂണിവേഴ്സിൻ്റെ ഉണ്ടാവും, ബ്ലെസ്സിങ്സ് ഉണ്ടാവും, സൺഷൈൻ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും.